ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. പി എസ് സി എക്സാം എഴുതുന്നവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പി എസ് സിയുടെ നോട്ട്സ് PDF ആയിട്ടും PSC അപ്ഡേറ്റ്സ് എല്ലാം ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത് വേണ്ടവരും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഏത് സംസ്ഥാനത്തു നിന്നുമാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. വിയറ്റ്നാമിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ഏതാണ്? യാഗി. 2024 സെപ്റ്റംബറിൽ കർണാടക മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗമാണ് ഡെങ്കിപ്പനി. 250 മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യ ഏഷ്യക്കാരനാരാണ്? വിരാട് കോഹ്ലി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഏത് സംസ്ഥാനത്തു നിന്നുമാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്ന്. വിയറ്റ്നാമിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് യാഗി. 2024 സെപ്റ്റംബറിൽ കർണാടക മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗമേതാണ്? ഡെങ്കിപ്പനി. 250 മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യ ഏഷ്യക്കാരൻ വിരാട് കോഹ്ലിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി യുദ്ധവിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാക്വാന. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാക്വാന. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭയാണെങ്കിൽ സെപ്റ്റംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് സെപ്റ്റംബർ 28. അപ്പോൾ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. രാജ്യസഭയാണെങ്കിൽ സെപ്റ്റംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. SBIയുടെ നിലവിലെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി. ഇന്ത്യയിലെ നിലവിലെ CAG K സഞ്ജയ് മൂർത്തി. നിലവിലെ ISRO ചെയർമാൻ V നാരായണൻ. ഇദ്ദേഹം എത്രാമത്തെയാണ്? 11ാമത്തെ ചെയർമാനാണ്. കഴിഞ്ഞ ദിവസം ഇത് മാറ്റി പറഞ്ഞിരുന്നു. അത് നമ്മൾ കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ശ്രദ്ധിച്ചോ. നിലവിലെ ISRO ചെയർമാൻ V നാരായണനാണ്. ഇത് 11ാമത്തേതാണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യം. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി തുഹീൻ കാന്ത പാണ്ഡെ. അപ്പോൾ ഇത്രയും നമുക്ക് നോക്കാം. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26ാമത് RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. SBIയുടെ നിലവിലെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി. ഇന്ത്യയുടെ നിലവിലെ CAG K സഞ്ജയ് മൂർത്തി. നിലവിലെ ISRO ചെയർമാൻ V നാരായണൻ. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി തുഹീൻ കാന്ത പാണ്ഡെ. ഇതിൻ്റെയൊക്കെ PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. ക്യാബിനറ്റ് സെക്രട്ടറി. ക്യാബിനകത്ത് എന്താണ് വെച്ചിരിക്കുന്നത്? TV. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥ്. കേരളത്തിലെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു. 2024 ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷന്. നോവൽ ഗോപ.
ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി തുഹീൻ കാന്ത പാണ്ഡെ. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് ടി വി സോമനാഥ്. കേരളത്തിലെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കേരളത്തിലെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ ഷാജു. 2024 ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. ഇന്ത്യയുടെ 56ാമത് കടുവ സംരക്ഷണ കേന്ദ്രം ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല, ഛത്തീസ്ഗഡ്. കേരളത്തിലെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ ഷാജു. 2024 ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. ഇന്ത്യയുടെ 56ാമത് കടുവ സംരക്ഷണ കേന്ദ്രം ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല, ഛത്തീസ്ഗഡ്. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.